നമസ്കാരം. ഞാൻ ഡോക്ടർ കെ പി രാജേഷ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, PVS സൺറൈസ് ആൻഡ് കിംസ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമായ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അതിരക്തസമ്മർദ്ദത്തെ കുറിച്ചാണ്. WHO കണക്കുകൾ അനുസരിച്ച് നമ്മൾ ഏകദേശം 50% ആൾക്കാരിൽ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ള കാര്യം അറിയില്ല. ഇനി അറിഞ്ഞ ആൾക്കാരും ഏകദേശം 50% to 60% ആൾക്കാരെ ചികിത്സ എടുക്കുന്നു. ചികിത്സ എടുക്കുന്ന ആൾക്കാരിൽ ഏകദേശം 40 to 50% ആൾക്കാർക്ക് കറക്റ്റായ ചികിത്സ കിട്ടുന്നുള്ളൂ, അത് വേണ്ട രീതിയിൽ ടാർഗറ്റിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മൾ ഓവറോൾ എടുക്കുകയാണെങ്കിൽ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാരിൽ ഒരു 10 to 50%, 15% ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റും കറക്റ്റായിട്ടുള്ള ടാർഗറ്റിലേക്കും എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആൾക്കാരിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനം. ഇപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ബ്ലോക്ക് എന്ന് കേൾക്കുന്നത് വളരെ കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 40 to 50 years ആൾക്കാരിൽ തന്നെ ബ്ലോക്ക് ഉണ്ടായി എന്ന് കേൾക്കുന്നത് വളരെ സാധാരണമായി കേൾക്കുന്നു. പണ്ടൊക്കെ നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ കാണുന്നത് നമുക്കൊരു 60 years മുകളിലായിരുന്നു. അപ്പോൾ ഇന്ന് അത് മധ്യവയസ്കരിൽ തന്നെ വളരെ സാധാരണമായി കാണപ്പെടുന്നു. അതിന്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നു. അത് ഈ ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയവ കൂടി വരുന്നു. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പിന്നീട് മറ്റ് കോംപ്ലിക്കേഷൻസ്, അതായത് ബ്ലോക്കുകളിലേക്കും ഹാർട്ട് അറ്റാക്കിലേക്കും സ്ട്രോക്കിലേക്കും നയിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അതിരക്തസമ്മർദ്ദം കൂടുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒരു ജനറ്റിക് പ്രിഡിസ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഫെമിലിയലായിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിരക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പൊ നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡും ഫ്രൈഡ് ഫുഡ്, ഈ സോൾട്ടിന്റെ ഉപയോഗം ഇതെല്ലാം കൂടിയിട്ടുണ്ട്. എക്സർസൈസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ അടുത്തൊരു സ്ഥലത്തേക്ക് പണ്ട് നടന്നു പോയിരുന്നത് ഇപ്പൊ നമ്മൾ 2 വീലറും 4 വീലറാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റും എസ്കലേറ്ററും വളരെ കോമൺ ആണ്. അപ്പൊ നമ്മുടെ ഒരു മൂവ്മെന്റ് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മൾ ചെയ്യുന്ന എക്സർസൈസും കുറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാണ്ട് നമ്മുടെ ഒരു സ്ട്രെസ് ലെവൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പൊ നമ്മൾ പലർക്കും സ്ട്രെസ് പല രീതിയിലാണ്. നമുക്കൊരു ജോബ് റിലേറ്റഡ് സ്ട്രെസ് ആയിരിക്കും, ഒരു ഫാമിലി സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ് ആയിരിക്കും. നമ്മൾ ജോബ് നോക്കുകയാണെങ്കിൽ പലരും പല രീതിയിലുള്ള ജോബാണ്. ഒരു ടാർഗറ്റ് ബേസ്ഡ് ജോബ്സ് ആണ് നമ്മൾ പലരും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ടാർഗറ്റ് എത്തിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്ട്രെസ് ലെവൽ കൂട്ടുന്നുണ്ട്, നമ്മുടെ ഉറക്കം കുറയുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൂട്ടാനുള്ള ഒരു കാരണമാണ്. പിന്നെ ഒരു കാരണം നമ്മുടെ ഒരു അഡിക്ഷൻസ്, അതായത് നമ്മൾ ചിലർ ഉപയോഗിക്കുന്ന സിഗരറ്റ്, ആൽക്കഹോൾ, ഇതെല്ലാം ഇതിനൊരു കാരണമാണ്. പിന്നെ അമിതവണ്ണം, നമ്മുടെ എക്സസൈസ് കുറയുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മുടെ ഒബീസിറ്റി അല്ലെങ്കിൽ നമ്മുടെ വണ്ണം കൂടും. ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൂട്ടാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ നമുക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന്, നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാം, നമ്മുടെ ഫാസ്റ്റ് ഫുഡും ഫ്രൈഡ് ഫുഡ്സ് ഒക്കെ കുറയ്ക്കുക, പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ നോക്കുക. നമ്മൾ ഹോബീസ് ലൈക്ക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ലൈഫിന്റെ ഒരു പാറ്റേണിൽ നമുക്ക് ഒരു 7 to 8 hours സ്ലീപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ നോക്കാം. സ്മോക്കിങ്ങും ആൽക്കഹോളും കട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ WHO ഇതിൽ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നോ യുവർ നമ്പേഴ്സ്. അതായത് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ പ്രഷർ, എത്രയാണ് നിങ്ങളുടെ ഷുഗർ, എത്രയാണ് നിങ്ങളുടെ കൊളസ്ട്രോൾ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ഇത് ഏകദേശം കുറച്ചൊരു ബോർഡറോ അതിന്റെ മുകളിലോ ആണെങ്കിൽ പലപ്പോഴും നമുക്കൊരു ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അതിലും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡോക്ടറെ കണ്ട് അത് വേണ്ട രീതിയിലുള്ള
ചികിത്സ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ പ്രോപ്പറായിട്ട് അത് അറിഞ്ഞ് നമ്മുടെ അളവ് എത്രയാണ് എന്ന് അറിഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ നിയന്ത്രിക്കാനും പറ്റും. ഇതിനെ കൊണ്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോക്കുകൾ അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനും പറ്റും. താങ്ക് യു.